അത് 2 പേർ കേരള ആംഡ് പോലീസ് ബറ്റാലിയനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ. അവർ ഇടുക്കിയിൽ നിന്നുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ആൾ രഞ്ജിത്ത് ഇസ്രായേലാണ്. ഇവർ 3 പേര് മാത്രമാണ് ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ വടം കെട്ടി അവിടേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് അവരിൽ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ പോലീസ് സന്നാഹം ഉൾപ്പെടെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് വരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെയുണ്ട്. കൃത്യമായ രീതിയിൽ റേഞ്ചിന് പ്രശ്നമുള്ള ഒരു പ്രദേശമാണ്. വൻ സന്നാഹമുണ്ട്. പുറത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്, ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരിലേക്ക് തൊട്ടടുത്തേക്ക് വരെ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ ചിത്രം. സുർജിത്ത്, ഇപ്പോൾ താങ്കൾ യഥാവിധം വാർത്തയെ ഫോളോ ചെയ്യുക. രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മളെ ഉടൻ തന്നെ വിവരം അറിയിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള കാര്യം, സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെ പാറക്കെട്ടിൽ കുടുങ്ങിയ റഹീസ് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായിരുന്നു.